നമസ്കാരം. ഇതാ സീസണൽ ഗാർഡൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കുറച്ച് നാളെ ഒരു വീഡിയോ ചെയ്യും. പല പല കാരണങ്ങളാൽ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അഗസ്ത്യച്ചീര. അഴകും ആരോഗ്യവും സൗന്ദര്യവും ഒപ്പം ആദായവും തരുന്ന ഈ ചീരയാണ് അഗസ്ത്യച്ചീര. അങ്ങനെ മാറിയിരിക്കണം ഇന്നത്തെ അഗസ്ത്യച്ചീരയുടെ അവസ്ഥ. അതിനെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേര് ചീര എന്നാണെങ്കിലും ഇത് 6 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് മരമായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്തുന്നത്. അഗസ്ത്യച്ചീര 4 തരത്തിൽ: വെള്ള, ചുവപ്പ്, മഞ്ഞ, നീല എന്നീ 4 കളറിലാണ് അഗസ്ത്യച്ചീര കാണപ്പെടുന്നത്. വെള്ളയും ചുവപ്പുമാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ റെഡ് അഗസ്ത്യയുടെ തൈയാണ്. ഇളം തണ്ടുകളും ഇലയും പൂവുമാണ് ഇത് ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് അഗസ്ത്യച്ചീര. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇളം ഇലയും നെയ്യ് ചേർത്ത് വറുത്ത് ദിവസവും 2 നേരം കഴിച്ചാൽ വൈറ്റമിൻ എയുടെ അഭാവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നല്ലൊരു ശമനം കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലയും ഉലുവയും ചേർത്ത് വെളിച്ചെണ്ണയെ വറുത്തെടുത്ത് അത് അരിച്ച് ദേഹത്ത് തേച്ചാൽ ചർമ്മകാന്തി വർദ്ധിക്കും. ഇതിന്റെ ഇല എങ്ങനെയാണെന്ന് തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഇല ഊരി കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടായ എണ്ണയിൽ കടുകും മുളകും ഇട്ട് പൊട്ടിച്ച ശേഷം ചെറിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഈ ഇല ഇട്ട് വെക്കുക. ഇത് അരിയരുത്, ഊരി വേണം ഇടാൻ. ഏകദേശം 3/4 ഭാഗം വേകുമ്പോൾ 1 കപ്പ് തേങ്ങയും വെളുത്തുള്ളി, ജീരകം, അതുകൊണ്ട് തന്നെ കുരുമുളക്, അല്പം മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം മിക്സിയിലിട്ട് നന്നായി ചതച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും 2 മിനിറ്റ് കൂടെ വേവിക്കുക. അപ്പോൾ നല്ല ആരോഗ്യപ്രദമായ ഒരു തോരൻ റെഡിയായി. വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ ബിയുടെ ഒരു കലവറയാണ് ഈ അഗസ്ത്യച്ചീര എന്ന് പറയുന്നത്. ധാരാളം ഫോളിക് ആസിഡ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. പ്രഗ്നന്റ് ആയ ലേഡികൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചീരയാണ് ഈ അഗസ്ത്യച്ചീര. ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ തൈറോയ്ഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും കാണപ്പെടുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. ഈ വായ്പുണ്ണ് കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. കൺകണ്ട ഒരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും കുടലുണ്ടാകുന്ന അസുഖങ്ങൾക്കും മലബന്ധത്തിനും ഇത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുമന്ന അഗസ്ത്യച്ചീരക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. ഇതിൻ്റെ പൂവിനാണെങ്കിൽ കിലോയ്ക്ക് 300 രൂപയുണ്ട്. ഈ ഒരു തൈക്ക് തന്നെ 150 രൂപ വിലയാണ്. അരി മുളപ്പിച്ചാണ് തൈ ഉണ്ടാക്കുന്നത്. ഇത് വരുമാനത്തോടൊപ്പം തന്നെ പൂവും അരിയും തൈയും നമുക്ക് വിപണി മൂല്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്ന ഒന്നാണ് ഈ അഗസ്ത്യച്ചീര. വീടിനൊരു അലങ്കാരവും അടുക്കളത്തോട്ടത്തിനൊരു ഐശ്വര്യമാണ് ഈ അഗസ്ത്യച്ചീര. ഇവിടെ എല്ലാവരെയും വീട്ടിൽ അഗസ്ത്യച്ചീര നട്ടു വളർത്തിയ വീട്ടന്മാർക്കെല്ലാം ഒരു വരുമാനം കൂടിയാവും. എല്ലാവരും ഇത് വീട്ടിൽ നട്ടു വളർത്തും. ഇത് റെഡ് അഗസ്ത്യയുടെ തൈയാണ്. ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വെള്ള കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്. ഇത് തണ്ടൊക്കെ ചെറിയ ലൈറ്റ് ചുവപ്പുണ്ടോ, അങ്ങനെയാണ് ഈ തൈ തിരിച്ചറിയുന്നത്. ഇത് 150 രൂപയാണ് ഇതിന്റെ വില. ഇത് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ ഈ റെഡ് അഗസ്ത്യക്ക്. അഗസ്ത്യച്ചീരയ്ക്ക് പൊതുവെ റെഡ് അഗസ്ത്യക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഇത് ഒരു കാരണവശാലും മണ്ണിൽ നേരിട്ട് നടാൻ പാടില്ല. ചീയൽ രോഗബാധ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നടന്ന് കുറച്ച് വലുതാവുന്നിടം വരെ ഇത് കവറിലോ ഗ്രോ ബാഗിലോ നമുക്ക് ചട്ടിയിലോ വേണം നടാൻ. നമുക്കിനി ഈ ഗ്രോ ബാഗിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കവർ വാങ്ങിയതാണ്. ഇപ്പൊ കറുത്ത കവർ കിട്ടാൻ അപ്പം ഇനി കവറിൽ വാങ്ങിയതിന് ഇതിലേക്ക് നമുക്ക് നടാൻ. ഇത് ഉണക്ക സമയത്താണ് നടുന്നത്. എനിക്ക് ഇപ്പം അത് കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് കവർ നടാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ വളം കൂട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. തയ്യാറാക്കിയ മിക്സിയൊക്കെ വരുന്നിടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അരി പാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിച്ച ശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞോ അത് ഈർപ്പമുള്ള തുണി കെട്ടിയോ വെക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പോട്രയിലോ ഗ്രോ ബാഗിലോ പാകി കിട്ടും. തൈ കിളിച്ചിട്ടാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കിളിച്ചിട്ടാൽ വളരെ നല്ലതാണ്.
ഇത് കുറേ തൈ ഞാൻ ചട്ടിയിൽ നട്ടാണ്. അവസാനം എനിക്ക് കിളിച്ചിട്ട് 1-2 കിളിച്ച് കിട്ടിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് കിളിച്ച് കിട്ടാൻ. നേഴ്സറിൻ്റെ തൈ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.